നമസ്കാരം. കേരളത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥികളായിരിക്കുന്ന പലരും ഈ തൊലി നിറമല്ലാതെ 10 പൈസയുടെ ബുദ്ധിയില്ലാത്തതെന്ന് പറയേണ്ടി വരികയാണ്. ഇപ്പോൾ കവിത AS എന്ന സുൽത്താൻ ബത്തേരിയിൽ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി ഒരു വലിയ വാഗ്ദാനം മാധ്യമങ്ങളിലൂടെ അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് പാലിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും ജയിക്കുകയാണെങ്കിൽ സുൽത്താൻ ബത്തേരിയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവരുമോ? തീർച്ചയായും തീർച്ചയായും റെയിൽവേ ആണെങ്കിൽ പിന്നെ റെയിൽവേ സ്റ്റേഷൻ വേണ്ടേ? തീർച്ചയായും വയനാടിന് വലിയ വികസനം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും വികസനം വരുമല്ലോ. നമുക്ക് കൂടുതൽ യാത്രാ സൗകര്യവും ചരക്ക് അങ്ങനെയുള്ള വികസനം കൊണ്ടുവരും. തീർച്ചയായും ബത്തേരിയെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. ഞാൻ ജയിക്കുകയാണെങ്കിൽ ബത്തേരിയിൽ എന്തുകൊണ്ടൊരു റെയിൽവേ സ്റ്റേഷൻ, അതായത് ഇന്ത്യൻ മഹാസമുദ്രമോ അല്ലെങ്കിൽ അറബിക്കടൽ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ അതും കൊണ്ടുവരുമെന്ന് പറയും. കാര്യം എന്താണ് പറയുന്നതെന്നോ അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പോലും അറിയാത്ത ഈ തലയ്ക്കകത്ത് ആളുതാമസം ഇല്ലാത്ത കേസുകൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതിന് പറ്റിയതാണ്. നേരത്തെ പറഞ്ഞ പോലെ തൊലി നിറം അത് നമ്മുടെ നാട്ടിലെ ഒരു സൈക്കോളജിക്കൽ അറ്റംപ്റ്റ് ആണ്. തറവാട്ടിലുള്ള കുലസ്ത്രീകളെയെല്ലാം മത്സരിപ്പിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ സവർണ പ്രതാപം, ആ പ്രതാപം നമ്മൾ BJP-യിലൂടെ വീണ്ടെടുക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ കുല സ്ത്രീകളെയെല്ലാം മത്സരിക്കാൻ ഇറക്കിയിരിക്കുകയാണ്. കുലകളുടെ എല്ലാം അറിവ് എന്താണെന്നുള്ളതിൻ്റെ തെളിവാണ് ആ കണ്ടത്. സുൽത്താൻ ബത്തേരിയിൽ റെയിൽവേ സ്റ്റേഷൻ, അതായത് വയനാട് ജില്ലയെ സംബന്ധിച്ച് കുറച്ചെങ്കിലും ബോധ്യം. കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകളേതെന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ ആദ്യം എന്ത് വേണം? തലയ്ക്കകത്ത് ആള് താമസം വേണം, അറിവ് വേണം. തൊലി നിറം കൊണ്ട് അറിവുണ്ടാകണമെന്നില്ല. ഈ തൊലി നിറം കൊണ്ട് ഈ നാട്ടിൽ അയ്യോ സുന്ദരിയാണല്ലോ എന്ന രീതിയിൽ സൈക്കോളജിക്കലായിട്ട് വോട്ട് ചെയ്യിക്കാനുള്ള ഒരു തന്ത്രമാണ് നമ്മുടെ നാട്ടിൽ സവർണ കുലകളെല്ലാം കൂടി ഇത്തവണ NDA സ്ഥാനാർത്ഥിയാക്കിയതിനു ശേഷം അതിലൂടെ പരമാവധി വോട്ട് സമാഹരിക്കാനുള്ള ഒരു തന്ത്രം പയറ്റുന്നുണ്ട്. കാര്യം നമ്മുടെ നാട്ടിലെ ഈ പുരുഷ കേസരിമാരുടെ ഉള്ളിലെ ആ ഒരു വീക്ക്നെസ്സിനെ മുതലെടുക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് സ്ഥാനാർത്ഥികളിൽ മെജോറിറ്റി അവർ പ്രയോഗിച്ചിരിക്കുന്ന ഒരു തന്ത്രം. അതിനപ്പുറത്തേക്ക് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് മത്സരിക്കുന്ന ജില്ലയെക്കുറിച്ചോ ആ മണ്ഡലത്തെക്കുറിച്ചോ ഒക്കെ ഒരു അറിവ് വേണ്ടേ? അല്ലെങ്കിൽ ബത്തേരിയിൽ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവരുമെന്ന് ചോദിക്കുമ്പോൾ വയനാട് ജില്ലയിൽ റെയിൽവേ ഉണ്ടോ എന്ന് ആലോചിക്കാൻ ആർക്ക് കഴിവുണ്ടാകണം? ആ സ്ഥാനാർത്ഥി കഴിവണം. ഡയലോഗ് അടി കേട്ട സുരേഷ് ഗോപി പോലും മാറി നിൽക്കും. തറവാട്ടി പിറന്ന കുലകൾക്കുള്ള ഏക ക്വാളിറ്റിയാണ് വച്ച് കാച്ചാനും നിന്ന് തള്ളാനും. അപാര കഴിവാണ്, അപാര ശേഷിയാണ്. ഇത് മറ്റുള്ളവർ കേൾക്കുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നമല്ല. പക്ഷെ നമ്മൾ ഈ കാണാൻ കുറച്ച് തൊലി വെളുപ്പുള്ളത് കൊണ്ട് ഇതിനെല്ലാം അതുകൊണ്ട് അങ്ങ് മറയ്ക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചില സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരിക്കുന്നത്. ഒരു മണ്ഡലത്തെക്കുറിച്ചോ ആ നാടിനെക്കുറിച്ചോ സാമാന്യ ബോധമില്ലാത്ത ഒരു വ്യക്തിയാണ് ആ കാൻഡിഡേറ്റ് എന്ന് ഇതിനേക്കാൾ ഒരു വലിയ പ്രതികരണം നിങ്ങൾക്ക് കേൾക്കേണ്ടതുണ്ടോ? എത്ര ആധികാരികമായിട്ടാണ് ആ പൊട്ടത്തരം പറയുന്നത് കേട്ടെ. ആ പറയുന്ന കാര്യം പൊട്ടത്തരമാണെന്ന് പോലും അവർക്കറിയില്ല. ആ ചോദ്യത്തിന്റെ ട്രാപ്പ് പോലും അറിയാതെ അതിനകത്തെടുത്ത് ചാടിയതിനു ശേഷം ഇവിടെ ഗതാഗതമുള്ളിടത്തെല്ലാം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവരൂ എന്നൊക്കെ പറയുന്നിടത്ത് എന്തൊരു ശുദ്ധ വിവരക്കേടുകളാണ്. ഈ വിവരക്കേടുകളാണോ നിങ്ങൾ ഭരിക്കേണ്ടതെന്നൊന്ന് ആലോചിക്കുക. ജയിക്കില്ലെങ്കിൽ പോലും ഇതൊക്കെയാണ് ഓരോ BJP കാൻഡിഡേറ്റ് എന്ന് ഈ നാട്ടിലെ ജനങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലതായിരിക്കും. തൊലിവെളുപ്പ് കണ്ട് ഒരു മനുഷ്യൻ്റെയും പ്രശ്നം മാറില്ല. തൊലിവെളുപ്പിനപ്പുറം എന്താണ് ഒരു മനുഷ്യന്റെ കഴിവ്, ക്വാളിറ്റി എന്നതിനെ സംബന്ധിച്ച് വിലയിരുത്തിയാകണം വോട്ട് നൽകേണ്ടത്.